അച്ചമ്മയുടെ നിർദ്ദേശപ്രകാരം രവീന്ദ്രനെയും ചന്ദ്രമതിനെയും കൂട്ടി ക്ഷേത്രത്തിൽ പോകുന്ന സച്ചിയും രേവതിയും രവീന്ദ്രനെയും ചന്ദ്രമതിയും കൂടുതൽ അടുക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നീട് അച്ചമ്മയുടെയും സച്ചിയുടെയും സുധിയുടെയും ശ്രീകാന്തിന്റെയൊക്കെ ചെറുപ്പത്തിലെ ഫോട്ടോ കാണുന്ന വർഷ ശ്രീകാന്തിന്റെ ഫോട്ടോ DP ആക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രീകാന്ത് വർഷനെ തടയുന്നു. ഇതേസമയം ക്ഷേത്രത്തിൽ പോയവർ തിരികെ എത്തുന്നു. തുടർന്ന് രവീന്ദ്രന്റെ റൊമാൻസിന്റെ കാര്യം സച്ചി എല്ലാവരോടും പറയുകയും എല്ലാവരും ചേർന്ന് രവീന്ദ്രനെ കളിയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് രവീന്ദ്രന്റെ കഴുത്തിൽ ചന്ദ്രമതിയുടെ പൊട്ട് കാണുന്നതോടെ എല്ലാവരും ചേർന്ന് വീണ്ടും രവീന്ദ്രനെയും ചന്ദ്രമതിനെയും കളിയാക്കുന്നു. ശേഷം അച്ചമ്മ പറഞ്ഞതനുസരിച്ച് രവീന്ദ്രൻ ചന്ദ്രമതിക്ക് ആ പൊട്ട് തൊട്ട് കൊടുക്കുകയും അച്ചമ്മ ഇരുവരെ ഉപദേശിക്കുകയും ഇനി ഈ വീട്ടിൽ ആരും വഴക്കുണ്ടാക്കി പിണങ്ങിയിരിക്കരുതെന്നും പറയുന്നു. തുടർന്ന് ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെയും കൈകൾ ചേർത്ത് പിടിച്ച് ഇനി ഒരിക്കലും നിങ്ങൾ പിരിയരുതെന്ന് അച്ചമ്മ പറയുന്നു. പിന്നീട് റൊമാൻറ്റിക്കായി വർഷയുടെ അടുത്തെത്തുന്ന ശ്രീകാന്തിനോട് ഞാൻ പ്രസവിക്കില്ലെന്നും എനിക്ക് പ്രസവവേദന താങ്ങാനാവില്ലെന്നും വർഷ പറയുന്നു. ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.